വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാവുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സർക്കാരിന് നൽകണം. സർക്കാർ ഇതിൽ 3 മാസത്തിനകം അന്തിമ തീരുമാനമെടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേർന്നു. സനിസ, കമ്മീഷന്റെ ഇടപെടൽ എങ്ങനെയാണ്? എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? അരുവപ്പാലം സ്വദേശി രാജൻ എബ്രഹാം സമർപ്പിച്ച പരാതിയിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. വന്യമൃഗങ്ങൾ കാരണമുണ്ടാകുന്ന കൃഷിനാശത്തിനും വസ്തുനാശത്തിനും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അപര്യാപ്തമാണെന്ന് ആക്ഷേപമുള്ള സാഹചര്യത്തിൽ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സർക്കാരിന് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ 3 മാസത്തിനകം അന്തിമ തീരുമാനം എടുക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. അരൂപ്പാലം ഗ്രാമപഞ്ചായത്തിൽ 1200-ൽ പരം കുടുംബങ്ങൾക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പരാതി ഉത്തരവിലുണ്ട്. ഇത്തരത്തിൽ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളും മരങ്ങളും യഥേഷ്ടം ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നുമാണ് പരാതിയിലുള്ളത്. അരൂപ്പാലം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെയും നടുവത്ത് മുഴി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെയും നേരിൽ കേട്ട ശേഷമാണ് കമ്മീഷൻ ഉത്തരവ് പാസാക്കിയത്. വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അപേക്ഷ ഓൺലൈൻ വഴി നൽകണമെന്നും അപേക്ഷ ലഭിച്ചാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രാദേശിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അനീഷ. ശരി, സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകി.